ഈ അടുത്ത സമയത്ത് നമുക്ക് വളരെ പ്രയാസമുണ്ടാക്കി ഒരു കേൾക്കാൻ പ്രയാസമുണ്ടായ ഒരു സംഭവമാണ് ഒരു സ്ത്രീക്ക് പ്രസവത്തിനുള്ള ചികിത്സ നിഷേധിച്ചു എന്നുള്ളത്. നമ്മൾ ചുറ്റും നമ്മളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആയാലും റേഡിയോയിലൂടെ ആയാലും സ്ത്രീ ആരോഗ്യത്തെക്കുറിച്ചും സ്ത്രീ നിയമങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ഇതൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ള ദുഃഖകരമായ കാര്യമാണല്ലോ നമ്മൾ ഈ ഒരു കേസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഭർത്താവിനെ പേടിച്ചിട്ട് ഭാര്യ തനിക്ക് ചികിത്സ വേണമെന്നുള്ള പറയുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് മറ്റു അയൽവക്കങ്ങളുമായിട്ട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പം ഭർത്താവിൻ്റെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഇന്നും നമ്മളെ സമൂഹത്തിൽ നമ്മുടെ സ്ത്രീകൾ ഇത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ സ്ത്രീകളടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സ എടുക്കേണ്ടത് നിങ്ങളുടെ അവകാശമാണ്. അത് ഭർത്താവ് തരുന്ന അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചികിത്സ നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യമല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആവശ്യമുള്ള ചികിത്സ നിങ്ങൾ ഡോക്ടറെ കാണേണ്ടതും എല്ലാം. സപ്പോസ് ഇപ്പോൾ അതിന് ഭർത്താവ് സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ടുള്ള രീതിയിലേക്ക് മുൻപോട്ട് പോകണം. സാമ്പത്തികമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഭർത്താവ് പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനുസരിക്കേണ്ടി വരുന്നു എന്നൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. നമ്മുടെ ചുറ്റും സഹായിക്കാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ എപ്പോഴും മുന്നോട്ട് തന്നെ വരണം. പിന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസവ കേസ് മീൻസ് സിസേറിയൻ 2-3 സിസേറിയനൊക്കെ കഴിഞ്ഞ ഒരാളിന് കോംപ്ലിക്കേഷൻ ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് തന്നെ ഇങ്ങനെ ഒരു ചികിത്സ അക്കുപ്രഷർ ചികിത്സ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നിയമം ഇപ്പോൾ എവിടെ പോയി? എവിടെയും ആർക്കും എന്തും പ്രാക്ടീസ് ചെയ്യാം എന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം ലോകം പോകുന്നത്. ഒന്നിനും ഒരു ലൈസൻസിങ് ഇല്ല. ആർക്ക് വേണമെങ്കിലും ആയുർവേദ തെറാപ്പിസ്റ്റ് ആവാം, ആർക്ക് വേണമെങ്കിലും സൈക്കോളജിസ്റ്റ് ആവാം, ആർക്ക് വേണമെങ്കിലും കൗൺസിലർ ആവാം, ആർക്ക് വേണമെങ്കിലും എന്ത് തെറാപ്പിസ്റ്റും ആവാം. അപ്പോൾ ഇതിനുമെല്ലാം നമുക്കൊരു നിയമം അത്യാവശ്യമായിട്ട് ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നും പഴയ രീതിയിലല്ല സ്ത്രീകൾ ചിന്തിക്കേണ്ടത്. ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് സ്ത്രീകൾ മുൻപോട്ട് തന്നെ വരണം. അതിന് സഹായിക്കാനായിട്ട് ചുറ്റും സ്ത്രീ സമൂഹം തന്നെ ഉണ്ട്.